സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് നമ്മൾ ചാനൽ ലൈവുകൾ ദിവസവും ചെയ്യുന്നവർക്ക് ഒരു പിടി സൗഹൃദങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഒരു സൗഹൃദം നമ്മൾ നിലനിർത്തി പോകുന്നതിനായിട്ട് ചിലപ്പോൾ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുകയോ കോണ്ടാക്റ്റ് വയ്ക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട്. ഓക്കെ, അങ്ങനെ കോണ്ടാക്റ്റ് വെച്ച് എനിക്കൊരു അബദ്ധം പറ്റിയതും ഒരു ചെറിയൊരു പണി കിട്ടിയതിനെക്കുറിച്ച് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ അതും കണ്ടുകൊണ്ട് ഒരു ദിവസം ഒരു ലൈവിൽ ചെന്നപ്പോഴത്തേക്കും അവരെന്നോട് പറഞ്ഞു, അത് നമുക്ക് നമ്പർ ആർക്കും കൊടുക്കാൻ പാടില്ല, അങ്ങനെയൊന്നുമില്ല, ശ്രദ്ധിച്ച് നീങ്ങിയാൽ മതിയല്ലോ, ഞാനൊക്കെ ഒരുപാട് പേർക്ക് കൊടുത്തിട്ടുണ്ട് എന്നിങ്ങനെ അവർ എന്നോട് പറഞ്ഞത്. എന്നിട്ടിപ്പോൾ ഇരുന്ന് മോങ്ങുന്നതും അവർ തന്നെ. ഞാൻ പേരൊന്നും ആളൊന്നും പറയുന്നില്ല. മോങ്ങുക എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഒരു പണി കിട്ടും. ഈ ഓവർ സ്മാർട്ട് കളിക്കുന്നവർക്ക് എല്ലാവർക്കും കിട്ടും. ഇപ്പോൾ ഈ വെറും കാഴ്ചപ്പാടുകളല്ല, നല്ല ആൾക്കാരിരിക്കട്ടെ, എല്ലാവരും മോശമെന്നല്ല പറയണം, നല്ല പരിശുദ്ധമായ സൗഹൃദങ്ങളും നിലനിൽക്കുന്നു. തീർച്ചയായിട്ടും ഇല്ലയെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ അത് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ നമുക്ക് കുറച്ചൊക്കെ നമ്മുടെ ഫാമിലിയെ അനുസരിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാൻ നമ്പർ ഞാനുമായിട്ട് കോണ്ടാക്റ്റ് തരില്ല എന്ന് പറയുന്നത് ഒരുപാട് പേര് അഹങ്കാരമാണെന്നൊക്കെ വിചാരിക്കും. അങ്ങനെയൊന്നുമില്ല. ഇനി ഒരു കുരുക്കിൽ ചെന്ന് പെടാനായിട്ട് വയ്യാത്തതുകൊണ്ടാണ്, എനിക്ക് താല്പര്യമില്ല. നമ്മൾ ലൈവിൽ സംസാരിക്കാവുന്ന കാര്യങ്ങൾ മാത്രം സംസാരിച്ചാൽ മതി. ഇതിപ്പോൾ അതിനേക്കാളും നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും എന്നോട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ്. അത് പ്രശ്നമാണ്. എനിക്കിവിടെ ഫാമിലിയിൽ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ്. അത് ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യം. അത് നിങ്ങൾ എങ്ങനെ എടുത്താലും എനിക്ക് യാതൊരു പ്രശ്നമില്ല. എനിക്ക് കോണ്ടാക്റ്റ് വേണ്ട, അത്രയേ ഉള്ളൂ. എനിക്ക് കുറച്ച് പേരുടെ ഈ നമ്പർ പോയതിൻ്റെ പണി എനിക്ക് കിട്ടിയത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മളിൽ നിന്നും സിമ്പതി പിടിച്ച് വാങ്ങും. എന്നിട്ട് രാവിലെ മെസ്സേജ് ഇടൽ, രാത്രി മെസ്സേജ് ഇടൽ, കണ്ടില്ലെങ്കിൽ ഉറക്കം കുടിച്ചോ കഴിച്ചോ ഉറങ്ങിയോ എന്തൊക്കെയോ ചോദിക്കും. അവസാനം അവരുടെ ലക്ഷ്യം നടന്നെന്നാകുമ്പോൾ പിന്നെ വിളിയോ ഉണ്ടാകില്ല. ഇവിടെ വന്നുകൊണ്ടിരുന്ന ചിത്രശാല, ചിത്രപൗർണമി ഒക്കെ ഉൾപ്പെടെ ഇവളൊക്കെ ഇങ്ങനെ ഈ ഗണത്തിൽപ്പെടുന്നതാണ്. മനസ്സിലായില്ലേ? കാര്യം കാണുന്നത് വരെയൊക്കെ അവരങ്ങനെ മെസ്സേജ് ഇട്ടിട്ട് തള്ളി നിൽക്കും. അതും അങ്ങനെ എനിക്ക് അനുഭവമുണ്ട്. അതുകൊണ്ട് തന്നെ സകല കോണ്ടാക്റ്റ് നിർത്തി. പിന്നെ ഇനിയിപ്പോൾ ചിലർ പറയും എല്ലാം നിർത്തിയെന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും ഓരോരുത്തരോട് സംസാരിക്കാനുണ്ടോ? ഞാൻ മനുഷ്യരല്ലേ, നമ്മൾ അനുഭവങ്ങളിൽ നിന്ന് തന്നെയല്ലേ പഠിക്കുന്നത്. ഓരോ റൂട്ട് എങ്ങോട്ട് തിരിയണമെന്ന് നമ്മൾ നോക്കി തന്നെ നിന്നോളാം. ഇത് യാതൊരു തരത്തിലുള്ള മോശമായിട്ടുള്ള പരിപാടിക്കും പോവാതെ തന്നെ ഞാൻ ഒരാൾക്ക് റിപ്ലൈ കൊടുത്തതിന് ഒരു വൃത്തികെട്ട ID വന്ന് എന്നെ ഇവിടെ ആക്ഷേപിച്ചിട്ട് പോയതാണ്, അവിഹിത രീതിയിൽ പറഞ്ഞിട്ട് പോയതാണ്. അത് രഹസ്യ കോണ്ടാക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പൂർണ്ണമായിട്ടും ഇല്ലയെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. എൻ്റെ കൂടെ പഠിച്ച കൂട്ടുകാർ, എൻ്റെ വീട്ടുകാർ, എനിക്ക് കുറേ ബന്ധുക്കളുണ്ട്, അവരായിട്ടൊക്കെ ഇടയ്ക്ക് കോണ്ടാക്റ്റ് ഉണ്ടല്ലോ. അതൊക്കെ ആരെയും എനിക്ക് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. ഈ സോഷ്യൽ മീഡിയ വഴിയിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ഇതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആ അനുഭവം വെച്ച് ഞാൻ പറയുന്നു. കണ്ണീ കണ്ടവരെയൊക്കെ ചാറ്റി നടക്കുന്ന പയ്യന്മാരാണെങ്കിലും ലേഡീസ് ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് നല്ലൊരു പണി. കാരണം അവർ മുഖം മൂടി അണിഞ്ഞിരിക്കും. അവർക്ക് എന്തെങ്കിലും ലക്ഷ്യങ്ങൾ കാണും. നിങ്ങളുടെ സെൻറ്റിമെൻറ്റ്സ് പിടിച്ച് അവർ നിങ്ങളെ ചതിക്കും, ഉറപ്പാണ്. അത് ഒരുപാട് നാളൊന്നും ഓടത്തില്ല. മനസ്സിലായില്ലേ? എല്ലാവരെയും അല്ല, അത് ഞാൻ ഇപ്പോഴും പറയുന്നത് എല്ലാവരെയും അല്ല. ലൈവിൽ പരിചയപ്പെട്ടിട്ടുള്ള ചില കോണ്ടാക്റ്റുകൾ അതൊരിക്കലും അതൊരു സ്ഥിരമായിട്ട് നിലനിർത്തുന്നില്ല. ഈ എല്ലാ ദിവസവും നമ്മളിപ്പോൾ ലൈവ് ഇട്ട് നമ്മൾ ലൈവിൽ സംസാരിക്കുന്ന പറഞ്ഞാൽ അത് നമ്മുടെ ഒരു വർക്കാണ്. അതിൽ നമുക്ക് വാച്ച് അവർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ലൈവ് ഇടുന്നു, ഇങ്ങനെ എന്തെങ്കിലും പറയണമല്ലോ. അതുകൊണ്ട് കഴിച്ചോ കുടിച്ചോ, എന്താണ് വിശേഷങ്ങൾ, അങ്ങനെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. അല്ലാതെ പ്രത്യേകിച്ച് വേറെ എന്താണ് പറയാനുള്ളത്? നമ്മൾ പിന്നെ ഫാമിലി കാര്യം കൊണ്ടുവന്ന് അതിൻ്റെ അകത്തിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അതിൻ്റെ വഴിക്ക് അതൊരു ജോബാണ്. നേരെ മറിച്ച് ഒരു കോണ്ടാക്റ്റ് വാങ്ങിച്ച് വെച്ചിട്ട് കുടിച്ചോ കഴിച്ചോ കിടന്നോ അതിൻ്റെ ആവശ്യം എന്താണ്? അതിൻ്റെ ആവശ്യമില്ല. കാരണം അത് നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇതെന്ന് വെച്ചോ, എനിക്ക് ഇത്രയുള്ളൊരു അനുഭവത്തിൻ്റെ പുറത്തെന്ന് വെച്ചാൽ അത് ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, ഉറപ്പായിട്ടും ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഒന്ന് ശ്രദ്ധിക്കുക. അത് ആരാണെങ്കിലും, അത് എത്ര നല്ല നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിലും അതിൻ്റെ ആവശ്യമില്ല. ആവശ്യത്തിനേ ആകാവുള്ളൂ. എന്തും അമിതമായാൽ അമൃതും വിഷം. പിന്നെ നമ്മൾ രണ്ടുപേരും കൂടി അറിഞ്ഞ് നിർത്തിയ 1-2 പേരുമായിട്ടുള്ള ചാറ്റുകളുണ്ട്. അത് നല്ലതിന് വേണ്ടി. അപ്പോൾ നമ്മൾ ഇന്നതുപോലെയാണ് കാര്യങ്ങൾ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, എന്തിനാണ് വെറുതെ ഒരു ഇതുണ്ടാക്കുന്നത്, ഇതൊക്കെ നിനക്ക് തന്നെ പാരയായിട്ട് വരും. അവസാനം ഇങ്ങോട്ട് അയച്ചതും കാണില്ല, അങ്ങോട്ട് അയച്ചതിൻ്റെ മാത്രമേ കാണുള്ളൂ. നിനക്ക് തന്നെ പ്രശ്നമായി വരും. അവരുടെ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ നമ്മളിൽ നിന്നും ചില സീക്രട്ടുകൾ ചൊറിഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം അത് വെച്ച് തന്നെ നമ്മളെ ട്രാപ്പിലാക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ടാവും. അതുകൊണ്ട് ഒന്നും അറിയാൻ പറ്റില്ല. അതുകൊണ്ട് നിർത്തി.
ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത്രയും കോൺഫിഡൻസ് ആയിട്ടുള്ള നിങ്ങളുടെ ബന്ധങ്ങൾ, നല്ല നല്ല ബന്ധങ്ങൾ എന്നും നിലനിൽക്കട്ടെ. ബന്ധങ്ങൾ എന്നും ഭംഗിയുള്ളത് തന്നെയാണ്. ബന്ധങ്ങളിൽ മായം കലർത്തുന്ന കഴുകൻ കണ്ണുകൾ നിങ്ങളുടെ മേൽ പതിക്കാതിരിക്കട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്.